ഒരു പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി ആരെ നിർത്തണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കടകംപള്ളിയെ നിർത്തിയാൽ ജയിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി അത് ശ്രമിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും പ്രധാനമാണ്. കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ BJPക്ക് മേൽക്കൈ കിട്ടിയ ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം, നമുക്കറിയാം. അപ്പൊ അങ്ങനെ കഴക്കൂട്ടത്ത് BJPക്ക് മേൽക്കൈ കിട്ടുമ്പോൾ അവിടെ അത് മറികടക്കണമെങ്കിൽ CPM ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ തന്നെ തീരുമാനിക്കണം. അത് കടകംപള്ളി തന്നെയാവും എന്ന് പാർട്ടി തീരുമാനിക്കാൻ കാരണം അദ്ദേഹം അവിടെ കഴിഞ്ഞ 3-4 തവണയെങ്കിലുമായി നിരന്തരമായി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുമായി നല്ല ബന്ധമുണ്ട്, അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് കടകംപള്ളി അവിടെ വരുന്നു എന്നുള്ളതിൽ ഒരു അത്ഭുതം എനിക്കില്ല. പിന്നെ 3 തവണത്തെ സംഗതിക്ക് ഇളവ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ഇളവ് കൊടുക്കാമെങ്കിൽ, വേറെ പലർക്കും ഇളവ് കൊടുക്കാമെങ്കിൽ കടകംപള്ളിക്കും കൊടുക്കാം. ഇത് തെറ്റൊന്നുമല്ല. പക്ഷേ കടകംപള്ളി അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഒന്ന്, ഈ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ചോദ്യം. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, സംഭവിക്കും? അറസ്റ്റ് ചെയ്താൽ മത്സരിക്കുമോ? പണ്ടങ്ങനെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. K അനിരുദ്ധൻ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്, നമ്മുടെ സമ്പത്തിന്റെ പിതാവ്. പക്ഷെ ആ അറസ്റ്റ് അല്ല ഇത്. അന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ കിടക്കുമ്പോഴാണ് മത്സരിച്ചത് അനിരുദ്ധൻ R ശങ്കരനെതിരെ. പക്ഷെ ഇപ്പൊ അതാണോ? കടകംപള്ളി സംശയത്തിന്റെ മുനയിലല്ലേ? കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിനെ കോൺഗ്രസിന് ബന്ധമുണ്ട്, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായി അതിൽ 5 വർഷവും കടകംപള്ളിയാണ് കേരളം ഭരിക്കുന്നത്. അതിന് മുമ്പുള്ള മന്ത്രി G സുധാകരൻ തന്നെ ഇതിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് കടകംപള്ളിക്ക് എത്രത്തോളം വിരോധമാവും അല്ലെങ്കിൽ ദോഷമാവും എന്നത് വേറൊരു വിഷയമാണ്. അപ്പൊ ചുരുക്കത്തിൽ കടകംപള്ളി മത്സരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും CPM. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമല അവര് കത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ തവണ ശബരിമല കത്തിച്ചപ്പോൾ കടകംപള്ളി പ്രത്യേകമായൊരു മെയ്ക്ക് ഏർപ്പെടുത്തി നാട്ടിൽ മുഴുവൻ പറഞ്ഞു, ഞാൻ ഇന്ന അമ്പലങ്ങൾക്ക് ഇത്ര സഹായം കൊടുത്തു, ഇന്ന അമ്പലങ്ങൾക്ക് ഇത്ര സഹായം കൊടുത്തു, ഞാനൊരു ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ എല്ലാ അമ്പലങ്ങളെയും സംരക്ഷിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോവിഡിന്റെ ആനുകൂല്യവും പ്രളയത്തിന്റെ ആനുകൂല്യവും എല്ലാം കൂടിയാണ് കടകംപള്ളി അവിടെ ജയിച്ചത്. പൊതുവെ LDFന് അനുകൂലമായൊരു തരംഗമുണ്ടായി. പക്ഷെ ഇത്തവണ ആ തരംഗമില്ല. ഭരണാനുകൂല തരംഗം ഇത്തവണ ഇല്ല, ഒരു സംശയവും വേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും അത് കാണിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും കടകംപള്ളിയെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ എത്തുമോ? ഇപ്പോൾ SIT തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളി അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് പിണറായിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ചെയ്യപ്പെടുമെന്നൊരു സൂചന വന്നാൽ ഒരു സംശയവും വേണ്ട. മറ്റൊന്ന്, ഇനി കൗണ്ടർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതത്തിന് മുമ്പുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ, ഉദാഹരണം, വാജിവാഹനമാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം. വാജിവാഹനം പോകുന്ന കാലത്ത് കേരളത്തിലെ മന്ത്രി ആരാ? കടകംപള്ളിയാ. ദേവസ്വം മന്ത്രി കടകംപള്ളിയാ. വാജിവാഹനം പോകുന്ന കാലത്ത് 2016 മുതൽ 21 വരെ. അപ്പൊ കടകംപള്ളി ഉത്തരവാദിയാണോ? അല്ലാണ്ട് അതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രി അതിനിങ്ങനെ ഉത്തരവാദിയാവുക? അതുപോലെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ കൊള്ള നടന്നിട്ടില്ലെന്ന് പറയുന്നത്. ഈ 10 വർഷത്തിൽ എന്തായാലും കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ രാമൻ നായർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഇനി പോറ്റിയുടെ വിഷയം തന്നെ എടുത്താൽ, പോറ്റി 2004 വന്നത് 2007 വന്നത് എന്നുള്ള തർക്കം എപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ പോറ്റി എന്നോ വന്നതാവട്ടെ, പോറ്റി വരുന്ന കാലത്തുള്ള പ്രശ്നമല്ലല്ലോ. 100,000 പോറ്റിമാര് ശബരിമല ഓരോ വർഷം വന്ന് കയറി പോകുന്നുണ്ട്. ഓരോരുത്തർ വരുന്നുണ്ട്. ഓരോ മേൽശാന്തി വരുമ്പോൾ, തന്ത്രി വരുമ്പോൾ ഒക്കെ പോറ്റിമാര് വരുന്നുണ്ട്. ഈ വർഷത്തെ മേൽശാന്തിയുടെ കൂടെയും കുറെ പോറ്റിമാര് വന്നിട്ടുണ്ട്, നമ്പൂതിരിമാര് വന്നിട്ടുണ്ട്. അതല്ലല്ലോ പ്രശ്നം. എപ്പോഴാണ് പോറ്റിക്ക് അവിടെ സ്ഥാനം കിട്ടിയത്? അത് തന്ത്രി വഴിയാവാം, ആര് വഴി വേണിയാവാം. എപ്പോഴാണ് പോറ്റിയെ സ്പോൺസർ ആക്കിയത്? ഈ ചോദ്യമല്ലേ ചോദിക്കണ്ടേ? പോറ്റിയെ സ്പോൺസർ ആക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി കിട്ടും. കൃത്യമായും ഇത് LDFന്റെ കാലത്താണ്, പത്മകുമാറിന്റെ കാലത്താണ്, കടകംപള്ളി ഇരുന്ന കാലത്താണ്. അപ്പോ ചോദ്യം എങ്ങനെ നിങ്ങൾ പ്രചരണാത്മകമായി വളച്ചാലും, സോണിയാഗാന്ധിന്നോ KC വേണുഗോപാലിനോ ഒക്കെ എങ്ങനെയിട്ട് കറക്കിയാലും അവസാനം അത് വരിക കടകംപള്ളിയിലേക്കാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രി എന്ന നിലയ്ക്ക് കുറ്റവാളിയാണെങ്കിൽ കടകംപള്ളി തന്നെയാണ്. അപ്പൊ കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു കോൺഗ്രസ് നേതാവിനെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ കടകംപള്ളി അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് SITക്ക് ചെയ്യാവുന്ന ഏറ്റവും, LDF ഗവൺമെന്റ് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടകംപള്ളി എങ്ങാൻ അറസ്റ്റിലായാൽ ഒരു സംശയവും വേണ്ട, കഴക്കൂട്ടത്ത് പിന്നെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവില്ല CPMന് എന്നതാണ് സ്ഥിതി.